ലിംഗത്തിൻ്റെ വലുപ്പത്തെപ്പറ്റി ആവലാതിപ്പെടാത്ത പുരുഷന്മാർ വളരെ കുറവാണ്. പക്ഷേ ഈ ആവലാതിപ്പെടുന്ന പുരുഷന്മാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ പങ്കാളിയുടെ യോനിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന്? ഒരു ലൈംഗിക ബന്ധത്തിൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കുവാൻ ഈ ഒരു അറിവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു സ്ത്രീയുടെ യോനിയുടെ ആഴം എത്രയാണ്? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. പല പുരുഷന്മാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ആഴത്തിൽ സെക്സിൽ ഏർപ്പെടുന്നതിലൂടെ സുഖം കൂടും എന്നാണ്. എന്നാൽ സ്ത്രീകളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് സത്യമല്ല എന്നാണ്. എന്നിരുന്നാലും ഇത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ലൈംഗിക സുഖത്തിനും സന്തോഷത്തിനുമൊക്കെ വിഘാതം നിൽക്കുന്ന പല തെറ്റിദ്ധാരണകളും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ യോനിയെപ്പറ്റിയുണ്ട്. അതെന്താണെന്നും അത് എങ്ങനെ നിങ്ങൾക്ക് മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്കും ഒരു ഗെയിം ചേഞ്ചിങ് അനുഭവം നൽകുന്ന 5 കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ 5ാമത്തെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇറ്റ്സ് നോട്ട് ആസ് ഡീപ്പ് ആസ് യു തിങ്ക്. അതായത് പല പുരുഷന്മാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളുടെ യോനിക്ക് ഈ വിചാരിക്കുന്ന അത്രയും ആഴമൊന്നുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. കാരണം മിക്ക പോൺ സിനിമകളും പുരുഷന്മാരെ പറഞ്ഞു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ സ്ത്രീയുടെ യോനി എന്ന് പറയുന്നത് നീണ്ട തുരങ്കം പോലെയുള്ള ഒരു അവയവമാണെന്നും അത് നിറയ്ക്കുവാനായിട്ട് പുരുഷന് ഭീമാകാരമായിട്ടുള്ള ഒരു ഉദാഹരണം വേണമെന്നുമൊക്കെയാണ്. എന്നാൽ ഇതിന് സത്യവുമായിട്ട് വിദൂരമായിട്ട് പോലും ബന്ധമില്ല. സാധാരണയായി വിശ്രമാവസ്ഥയിൽ ഒരു സ്ത്രീയുടെ യോനിയുടെ ആഴം എന്ന് പറയുന്നത് വെറും 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ മാത്രമാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ലിംഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉത്തേജന സമയത്ത് ഒരു സ്ത്രീയുടെ യോനിയിലും ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അതിന്റെ നീളം കൂടുകയും ഒക്കെ ചെയ്യും. ഉത്തേജന സമയത്ത് ഒരു സ്ത്രീയുടെ യോനി നാളത്തിന് 5 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെ ആഴമുണ്ടാകും. അപ്പോൾ നിങ്ങൾ വളരെയധികം പോൺ സിനിമകളൊക്കെ കണ്ടിട്ട് എല്ലാ സ്ത്രീകൾക്കും 8 ഇഞ്ചോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒക്കെ ഉള്ള ഉദാഹരണമുള്ള ലിംഗങ്ങളാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം, ഒട്ടുമിക്ക സ്ത്രീകൾക്കും അത്രയും വലിപ്പമുള്ള ഒരു ലിംഗം ഉൾക്കൊള്ളാൻ പോലും കഴിവുണ്ടാകുകയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ യോനി എന്ന് പറയുന്ന ആ അവയവം ഉത്തേജന സമയത്ത് വളരുന്നത് വെറും 3 മുതൽ 7 ഇഞ്ച് വരെ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോകളിൽ ആവർത്തിച്ച് പറയുന്നത് ലൈംഗിക സുഖത്തിൻ്റെ കാര്യത്തിൽ ലിംഗവലിപ്പം ഒരു പ്രശ്നമേ അല്ല എന്ന്. അപ്പോൾ ഇത് ഇനി നിങ്ങൾ മറക്കരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലായി. ഇനി നമ്പർ 4, യു ഹാവ് ടു മൈൻഡ് ദ എൻഡ്. പല പുരുഷന്മാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ യോനി നാളം എന്ന് പറയുന്നത് നിലയില്ലാത്ത ഒരു കയം മാതിരിയാണ് എന്നാണ്. എന്നാൽ ഈ ഒരു ചിന്താഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ യോനി നാളത്തിൻ്റെ അറ്റത്തായിട്ട് സെർവിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ഡോണറ്റ് മാതിരി ചെറുതും ഉറപ്പുള്ളതും വൃത്താകൃതിയിലുമുള്ള ഒരു ഘടനയാണ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്കുള്ള വാതിലിൻ്റെ കാവൽക്കാരനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സെർവിക്സിനെ വിശേഷിപ്പിക്കാം. ഈ സെർവിക്സിലൂടെയാണ് ശുക്ലം ഉള്ളിലോട്ട് പോകുന്നതും ആർത്തവ സമയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രക്തം ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്തോട്ട് വരുന്നതുമൊക്കെ. ഈ സെർവിക്സിൽ വളരെയധികം ഞരമ്പുകളും രക്തക്കുഴലുകളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വികാരത്തിൻ്റെ കാര്യത്തിൽ ഇത് പല സ്ത്രീകളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും ഉണർത്തുന്നത്. ചില സ്ത്രീകൾക്ക് ലിംഗത്തിലൂടെ സെർവിക്സിൽ സ്പർശിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു അനുഭവമാണ് നൽകുന്നതെങ്കിൽ വേറെ ചില സ്ത്രീകൾക്ക് അവിടെ സ്പർശിക്കുന്നത് പോലും അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടാക്കിയേക്കാം. വേറെ ചില സ്ത്രീകളിൽ ലൈംഗിക ബന്ധത്തിനിടെ ആ സെർവിക്സിൽ തട്ടുന്നത് ആർത്തവ വേദനയ്ക്ക് സമാനമായിട്ടുള്ള കഠിനമായ വേദനയ്ക്കും ഇടയാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് ആഴത്തിലുള്ള പ്രണയം ഇഷ്ടമാണോ അല്ലയോ എന്ന് ചോദിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കഴിവത്ര ലൈംഗിക ബന്ധത്തിനിടെ തുടക്കത്തിൽ തന്നെ സെർവിക്സിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഉചിതം. കാരണം ആ ലൈംഗിക ബന്ധം തുടക്കത്തിൽ തന്നെ വിരസമാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി പോയിന്റ് നമ്പർ 3, ഇറ്റ്സ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് എക്സ്പാൻസ്. ഒരു സ്ത്രീയുടെ യോനി ഒരു നീണ്ട ട്യൂബ് മാതിരി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അത് വഴക്കമുള്ളതും ഒരു പുരുഷന്റെ ലിംഗത്തിന്റെ വലിപ്പത്തിനും ആകൃതിക്കും അനുസരിച്ചുമൊക്കെ വികസിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. MRI സ്കാനുകൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യം ലിംഗം യോനിക്കുള്ളിൽ യോനിയുടെ ആകൃതിക്കനുസരിച്ച് വളയുന്നു എന്നാണ്. ഇത് ചരിത്രപരമായിട്ട് തന്നെ വളരെ പ്രസക്തിയുള്ള ഒരു കണ്ടെത്തലാണ്. കാരണം ഈ MRI സ്കാനുകൾ വരുന്നതിന് മുമ്പ് വരെ വൈദ്യശാസ്ത്രം പോലും വിശ്വസിച്ചിരുന്നത് 16ാം നൂറ്റാണ്ടിൽ ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രങ്ങൾ, അതായത് ലിംഗം യോനിക്കുള്ളിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ചിത്രങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ ശാസ്ത്രം പറയുന്ന വേറൊരു കാര്യമാണ് സ്ത്രീകൾക്ക് വലുപ്പത്തെക്കാട്ടിൽ കൂടുതൽ പ്രധാനം ഫിറ്റ് ആണ് എന്ന്. എന്താണ് ഈ ഫിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കടയിലും മറ്റും പോയി നമ്മളുടെ സൈസിനും ശരീരത്തിനുമൊക്കെ പാകത്തിലുള്ള ഷർട്ട് തിരഞ്ഞെടുക്കാറില്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു പ്രവൃത്തിയാണ് ഈ ലൈംഗികതയിൽ ഫിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ
ചിലരെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മളുടെ രണ്ടുപേരുടെയും ശരീരം ഒന്നു ചേരാൻ ഉണ്ടാക്കിയതാണ് എന്ന് തോന്നിപ്പോകും. എന്നാൽ വേറെ ചിലരെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു സംതൃപ്തി ലഭിക്കുവാനായിട്ട് നമ്മൾ കുറച്ചേറെ പരിശ്രമിക്കേണ്ടതായിട്ടും നിൽക്കുന്ന ആ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ ജനനേന്ദ്രിയങ്ങളുടെ കാര്യവും. എല്ലാ സ്ത്രീകൾക്കും വലിയ ലിംഗമുള്ള പുരുഷന്മാരെ ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ സ്ത്രീകളും അവരുടെ യോനിനാളം പൂർണ്ണമായിട്ടും ഒരു പുരുഷന്റെ ലിംഗത്താൽ നിറയുവാൻ ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് ഫിറ്റായിട്ടുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇനി അതിന് സാധിച്ചില്ലെങ്കിലോ? അപ്പോഴെന്താണ് ചെയ്യുക? ഏത് വലിപ്പമുള്ള ആളാണെങ്കിലും ശരി, കാര്യങ്ങൾ സന്തോഷകരമാക്കി മാറ്റുവാനുള്ള വഴികൾ അറിയാവുന്ന ഒരാളായാൽ മതി. അതായത് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസമുള്ള ഒരു പങ്കാളി. ഈ വീഡിയോ കാണുന്ന നിങ്ങളും അങ്ങനെ ഒരു പുരുഷനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് MBBSും MDയും ഒക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇതവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അതിന് വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. ഇനി നമ്പർ 2, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എൻട്രൻസ്. സംഗതി ആഴത്തിലല്ല, അരികിലാണ്. ഈ വീഡിയോ യോനിയുടെ ആഴത്തെക്കുറിച്ചാണെങ്കിലും യോനിയുടെ വിവിധ ആഴങ്ങളിൽ എന്താണ് ഉള്ളതെന്നും ഇല്ലാത്തതെന്നും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയുടെ കാര്യത്തിൽ ഏറ്റവും അധികം വികാരമുണർത്താൻ സാധ്യതയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യോനിക്ക് പുറത്തും യോനി നാളത്തിൻ്റെ ആദ്യത്തെ 2-3 ഇഞ്ചുകളിൽ മാത്രമാണ്. നിങ്ങൾ എത്രത്തോളം ആഴത്തിലോട്ട് പോകുന്നുവോ അത്രത്തോളം വികാരമുണർത്താൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കുറയും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 ഇഞ്ചുകൾക്ക് ശേഷം തീവ്രമായിട്ടുള്ള ഒരു വികാരം ഉണരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞ് ആഴത്തിലുള്ള ലിംഗപ്രവേശനം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളില്ല എന്നല്ല. ചില സ്ത്രീകൾക്ക് ആഴത്തിലുള്ള പ്രണയം വളരെ ഇഷ്ടമാണ്. എന്നാൽ വേറെ കുറച്ച് സ്ത്രീകൾ നീളത്തേക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുക ചുറ്റളവിനായിരിക്കും. കാരണം അങ്ങനെയുള്ള സ്ത്രീകൾ വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് അനുഭവപ്പെടുന്ന ഒരു തരം നിറവിനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക. അങ്ങനെ ചെയ്യുന്നത് ആ സ്ത്രീയുടെ ക്രിസരിക്കും കൂടെ ഉത്തേജനം നൽകുകയും ചെയ്യും. ഈ ക്രിസരി എന്ന് പറയുന്ന ടിഷ്യൂ ആണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും വികാരമുണർത്താൻ കഴിവുള്ള ഭാഗം. ഇത് യോനിക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ ക്രിസരി എന്ന് പറയുന്ന ടിഷ്യൂവിൻ്റെ ബഹുഭൂരിഭാഗം സ്ട്രക്ചറും യോനിയെ ആവരണം ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ക്രിസരിക്കും കൂടെ ഉത്തേജനം നൽകാൻ സഹായിക്കുന്ന വണ്ണമുള്ള ലിംഗങ്ങളാണ് താല്പര്യമെന്ന് സാരം. കൂടുതൽ ആഴത്തിലുള്ള ഒരു പ്രണയം പരീക്ഷിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യുന്ന ആംഗിളിനും ഒരു വലിയ പ്രാധാന്യമുണ്ട്. സാധാരണയായി സ്ത്രീകൾക്ക് അവരുടെ പെൽവിസ്, അതായത് ഇടുപ്പ് ഉയർത്തുവാനും ചരിക്കുവാനും ഒക്കെ കഴിയുന്ന പൊസിഷനുകൾക്കാണ് കൂടുതൽ ആഴത്തിലുള്ള പ്രണയത്തിന് സഹായിക്കുക. ഉദാഹരണത്തിന് ഈ മിഷണറി പൊസിഷനിൽ ഒരു സ്ത്രീക്ക് അവരുടെ കാലുകളോ ഇടുപ്പോ ഒക്കെ ഉയർത്താൻ കഴിയുമെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു പ്രണയത്തിന് അത് സഹായിക്കും. ഈ ഡോഗി പൊസിഷനും ആഴത്തിലുള്ള ഒരു പ്രണയത്തിന് സഹായിക്കുന്ന ഒരു പൊസിഷനാണ്. ഇനി നമ്പർ 1, പൊസിഷൻ അല്ല, താളമാണ് പ്രധാനം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനം, താളം, ത്രസ്റ്റിംഗ് ടെക്നിക്ക് എന്നിവയൊക്കെയാണ് ആ പ്രണയത്തെ മൈൻഡ് ബ്ലോയിങ് ആക്കി മാറ്റുന്നത്. അല്ലാതെ വെറും ആഴം മാത്രമല്ല. നിങ്ങളുടെ ഉദ്ധാരണം നിലനിർത്തിക്കൊണ്ട് ആഴത്തിൽ സെക്സിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന വിദ്യകളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ആഴത്തിലുള്ള പ്രണയം എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എല്ലാ സ്ത്രീകൾക്കും അവരുടെ യോനി നാളത്തിൻ്റെ അറ്റം വരെ എത്തുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഒരു സ്ത്രീയുടെ യോനി എന്ന് പറയുന്ന അവയവം വഴക്കമുള്ളതും മാറ്റങ്ങളുമായിട്ട് ഇഴകിച്ചേരാൻ കഴിവുള്ളതും ഒപ്പം ലൈംഗിക സുഖത്തിന് പലതരം സാധ്യതകളുമൊക്കെ നൽകുന്ന ഒരു അവയവമാണ്. അപ്പോൾ നിങ്ങൾ ആഴത്തിലൊരു പ്രണയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവാണ്. കാരണം ഒരു സംഭാഷണത്തിലൂടെ ഒരുമിച്ച് കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ലൈംഗിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.